അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എഞ്ചിനടക്കം യാതൊരു യന്ത്ര തകരാറും ഉണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ സിഇഒയുടെ പുതിയ പ്രതികരണം ഏറെ ദുരൂഹതകൾ ഉണർത്തുകയാണ്. പിന്നെ എങ്ങനെ വിമാനം അപകടത്തിൽപ്പെട്ടു? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? രാജ്യത്തെ തകർക്കാൻ കരുതിക്കൂട്ടി ചെയ്തതാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. രാജ്യത്തെ പോലും നടുക്കിയ വിമാന ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കുന്ന പ്രാഥമിക റിപ്പോർട്ടുകളിൽ പോലും ദുരൂഹതയെന്നാണ് എയർ ഇന്ത്യ സിഇഒ ഉൾപ്പെടെ പറയുന്നത്. എയർ ഇന്ത്യ വിമാന അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടതിന് പിന്നാലെ പ്രതികരണവുമായിട്ടാണ് എയർ ഇന്ത്യ സിഇഒ കാമ്പൽ വിൽസൺ രംഗത്തെത്തിയത്. വിമാനത്തിലോ എഞ്ചിനുകളിലോ മെക്കാനിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും എല്ലാ നിർബന്ധിത അറ്റകുറ്റപ്പണികളും പൂർത്തിയായിട്ടുണ്ടെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടെത്തിയില്ല. ഇന്ധനത്തിന്റെ ഗുണനിലവാരത്തിൽ ഒരു പ്രശ്നവുമില്ല. ടേക്ക് ഓഫ് റോളിൽ അസാധാരണത്വവുമില്ല. പൈലറ്റുമാർ നിർബന്ധിത പ്രീ ഫ്ലൈറ്റ് ബ്രീത്ത് പാസ്സായിരുന്നു. അവരുടെ മെഡിക്കൽ നിലയെക്കുറിച്ച് ഒരു നിരീക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നും വിൽസൺ വ്യക്തമാക്കുന്നു. അപകടം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ DGCAയുടെ മേൽനോട്ടത്തിൽ ഞങ്ങളുടെ ഫ്ലീറ്റിൽ സർവീസ് നടത്തിയിരുന്ന എല്ലാ ബോയിങ് 787 വിമാനങ്ങളും പരിശോധിച്ചുവെന്നും ആവശ്യമായ എല്ലാ പരിശോധനകളും ഞങ്ങൾ തുടർന്നും നടത്തുന്നു. അധികാരികൾ നിർദ്ദേശിച്ചേക്കാവുന്ന പുതിയവയും ഞങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ജൂൺ 12 അഹമ്മദാബാദിൽ എയർ ഇന്ത്യ 171 വിമാനം തകർന്നു വീണ് കുറഞ്ഞത് 270 പേർ മരിച്ചു. ഇതിൽ ബോയിങ് 787 ഡ്രീം ലെയറിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും ഉൾപ്പെടുന്നു. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം തകർന്നു വീണു. ആ നിർണായക നിമിഷങ്ങളിൽ എന്താണ് പിഴച്ചത് എന്നതിനെ കുറിച്ചുള്ള അടിയന്തര ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോൾ ആ ആഴ്ച പുറത്തിറങ്ങിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസിൽ പ്രധാന കണ്ടെത്തലുകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഓഫായതായി റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. ഇന്ധന വിതരണം നിർത്തലാക്കാൻ സാധ്യതയുള്ളതിനാൽ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദികളായ ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ റണ്ണിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് ഏതാണ്ട് ഒരേ സമയം പരസ്പരം 1 സെക്കൻഡിനുള്ളിൽ മാറി. 2 എഞ്ചിനുകളും പരാജയപ്പെടാൻ കാരണമായി. കൂടാതെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ അവ്യക്തത തുടരുകയാണ്. അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ ബോയിങ് 787 വിമാനത്തിലെ ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ 2 തവണ മാറ്റിവെച്ചിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഉൾപ്പെടെ ഭാഗമാണ് ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ. 6 വർഷത്തിനിടെയാണ് 2 തവണ മാറ്റിവെച്ചതെന്നതിലാണ് സംശയം ഉയരുന്നത്. 2019 ബോയിങ് വിമാന കമ്പനിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് 2 തവണയും മാറ്റിവെച്ചത്. ആദ്യം 2019 പിന്നീട് 2023 ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റിവെച്ചതെന്നാണ് AAIBയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സ്വിച്ചുകളുടെ തകരാർ കൊണ്ടല്ല മാറ്റിവെച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിലും എന്തുകൊണ്ടാണ് 2 തവണ മാറ്റിയതെന്ന കാരണം വ്യക്തമാക്കുന്നില്ല. നിലവിലെ അന്വേഷണ റിപ്പോർട്ടിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ കട്ട് ഓഫ് മോഡിലേക്ക് പോയതാണ് അപകടത്തിന്റെ കാരണമെന്ന സാധ്യതയാണ് പറയുന്നത്. ഇതിനാൽ തന്നെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഉൾപ്പെടുന്ന മൊഡ്യൂൾ 2 തവണ മാറ്റിവെച്ചിരുന്നതെങ്കിലും അവ്യക്തത ഏറുകയാണ്. അന്വേഷണത്തിൽ പൈലറ്റുമാരുടെ സംഘടന കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ സംഘടനയിലെ വിദഗ്ധ പൈലറ്റുമാരുടെ ഉൾപ്പെടുത്തണമെന്നാണ് പൈലറ്റുമാരുടെ സംഘടനയുടെ ആവശ്യം. തുടരന്വേഷണത്തിലും സുതാര്യതയുണ്ടാകില്ലെന്ന് സംഘടന ആവശ്യപ്പെടുന്നു. DGCA ഉദ്യോഗസ്ഥരുടെ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സംഘടനയുടെ ആശങ്ക അറിയിക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഭരിച്ചമാണെന്നും ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതിനു പിന്നിൽ യന്ത്ര തകരാർ സംഭവിച്ചോ എന്നത് വിശദമായ അന്വേഷണത്തിൽ പരിശോധിക്കണമെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ തലവൻ ആവശ്യപ്പെട്ടു. എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലായതിനു പിന്നിൽ പൈലറ്റുമാരാണെന്ന ധ്വനിയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. കോക്പിറ്റ് റെക്കോർഡിലെ പൈലറ്റുമാരുടെ സംഭാഷണം മുഴുവൻ പുറത്തുവിടാതെ സംശയം ജനിപ്പിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് റിപ്പോർട്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. പൈലറ്റുമാരിലേക്ക് മാത്രം ചർച്ച കേന്ദ്രീകരിക്കുന്നതിൽ കടുത്ത അതൃപ്തി ഉയരുന്നുണ്ട്. പൈലറ്റുമാരുടെ സംഘടനയും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ പോരായ്മയിലേക്ക് അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ മുൻ തലവനും വിരൽ ചൂണ്ടി. ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ആയതിനു പിന്നിൽ യന്ത്ര തകരാറോ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് അരബിന്ദോ ഹണ്ട വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയത്. കരിപ്പൂർ വിമാന ദുരന്തത്തിലടക്കം ഹണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പ്രാഥമിക റിപ്പോർട്ടിനെ പ്രതിപക്ഷവും സംശയത്തോടെയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ചേർന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ അന്വേഷണ സമിതിയുടെ ഘടനയിലടക്കം അതൃപ്തി അറിയിച്ച് വ്യോമയാന മന്ത്രാലയത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അഹമ്മദാബാദ് ദുരന്തവും അതിനു പിന്നാലെ നടന്ന സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങളിൽ എയർ ഇന്ത്യ ബോയിങ് കമ്പനികളെയും APAC കുറ്റപ്പെടുത്തുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. വിമാന കമ്പനികളുടെ സുരക്ഷാ പാളിച്ചയിലേക്ക് അന്വേഷണം നീണ്ടാൽ വ്യോമയാന മന്ത്രാലയത്തിനും ക്ഷീണമാകും. അത് പ്രതിരോധിക്കാനുള്ള നീക്കമാണെന്നാണ് ആക്ഷേപവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.